കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് ഭയങ്കര തിരക്കും കറക്കവും നാട്ടിൽ പോയി കൂർഗിൽ പോയി തിരിച്ച് വീട് ഷിഫ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി സെറ്റിലായി പുതിയ സ്ഥലത്തും ഒക്കെ ആയിട്ടൊന്ന് വരുന്നു. ഈ വിഷ്ണു ഭയ്യ വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ വീട്ടിലും കാറൊക്കെ ക്ലീൻ ചെയ്യാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഏറ്റവും വലിയ ഒരു ഹെൽപ്പാണ്. കാരണം നമുക്കിനി പുതിയൊരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വന്ന് ആ ആൾ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എനിക്ക് കാറ് ക്ലീൻ ചെയ്യുന്നതിനുള്ള കാര്യത്തിലല്ല, എനിക്ക് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ പോകുന്ന ഉടനെ എൻ്റെ പിള്ളേരെ കെയർ ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരാൾ വരുന്നതാണ് സന്തോഷം. അപ്പോൾ പതുക്കെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഒക്കെ വരുന്നുണ്ട്. ഇനിയും കുറേ ഉണ്ട് ചെയ്യാനൊക്കെ. എന്നാലും ഏകദേശം നമ്മൾ വീടൊക്കെ ഒന്ന് താമസിക്കാൻ പറ്റുന്ന പരുവത്തിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് പെറ്റ് സ്റ്റേഷൻ എന്നാണ് ഞാൻ വിളിക്കുന്ന പേര്. കാരണം ഇതൊരു ഡൈനിങ് ഹാൾ ഏരിയ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്നും അവിടെ ഫിറ്റ് ആകാത്തതുകൊണ്ട് നമ്മളതൊരു കാറ്റ് സ്റ്റേഷൻ പെറ്റ് സ്റ്റേഷൻ ഒക്കെ ആയിട്ടൊക്കെ ആക്കിയെടുത്തു. ഇതിനകത്തിൽ പെറ്റ്സിൻ്റെ ഫുഡും ബേർഡ്സിനുള്ള സംഭവങ്ങളും എല്ലാം വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ക്യാറ്റ്സിന് തൽക്കാലം പൊർച്ചിങ് ഏരിയ ഒന്നും വെക്കാനായിട്ടുള്ള സമയമില്ലാഞ്ഞുകൊണ്ട് അതൊക്കെ പതുക്കെ പുറകെ വെക്കണം. ജിമ്മ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും പതുക്കെ റൊട്ടീൻസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെറ്റാക്കി ഇനിയും ടെറസിലൂടെ കാണിക്കാം. ടെറസിലോട്ട് പോകുന്നതിന് മുന്നേ പിള്ളേരുടെ ഫുഡൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി എടുത്തുകൊണ്ട് പോയാൽ അപ്പം അതുകൂടെ ആകുമല്ലോ. അങ്ങനെ ആ സമയത്ത് ഞാൻ ചായയും കൂടെ ഇട്ടു. അപ്പോഴത്തേക്ക് കോഫിയൊക്കെ ഇട്ട് ഹസ്ബൻഡിനും കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് കഴിയുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ടെറസിൽ പോയി. ടെറസിലെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ബ്ലാക്ക് കളർ ഷെയ്ഡ് നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം കാണാനൊരു ഭംഗിയുണ്ടല്ലോ വീഡിയോസൊക്കെ എടുക്കുന്നുടനെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതല്ലേ നല്ലത്. പിന്നെ ഗാർഡനൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. എല്ലാത്തിലും പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് ഫ്രഷായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ആദ്യത്തെ ആ ഒരു വാട്ടമൊക്കെ മാറി ഇവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ട് ഇപ്പോൾ ഒരു 2 വീക്സ് ആയല്ലോ, അഡ്ജസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും എന്നാണേലും ഞാൻ ഒന്നും കൂടെ ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. എന്നാലും തൽക്കാലത്തേക്കുള്ളത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. കേജിനകത്തിലെ റൊട്ടീൻസ് ഇനിയും പതുക്കെ കൊക്കറ്റെയിൽസിനെയൊക്കെ നമ്മൾ അഴിച്ചു വിടണം. ഞാൻ അവരെ ചെറിയൊരു കേജിലാക്കി ട്രാൻസ്ഫറിങ് കേജ് ആക്കി വെച്ചേക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ ഹോൾസ് ഒന്നും അടയ്ക്കാഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും പതുക്കെ ചെയ്യണം. ഇവർക്കൊക്കെ പാവം കൂട്ടിലിട്ടതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം ഇനിയും മുടങ്ങാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.